പറവൂർ കിഴക്കേപ്പുറം UP സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി PYA വായനശാല ചന്ദ്രയാൻ ക്വിസ് സംഘടിപ്പിച്ചു. HM ഇൻചാർജ് പുഷ്പമ്മയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി PK രമാദേവി ഉദ്ഘാടനം ചെയ്തു. ചന്ദ്രയാനെ സംബന്ധിക്കുന്ന വിവരങ്ങളുടെ ലഘു വിവരണം സ്വാഗത പ്രാസംഗികൻ S മണികണ്ഠൻ നൽകി. K ചന്ദ്രദാസ്, NK മുരളീധരൻ, VR നോയൽ രാജ് എന്നിവർ സംസാരിച്ചു. അധ്യാപികമാരായ സ്നിബി, മുവിത എന്നിവർ ക്വിസ് പരിപാടിക്ക് നേതൃത്വം നൽകി. ആര്യൻ VP ഒന്നാം സ്ഥാനം നേടി. ഫിദ ഫാത്തിമ, ഗൗരിനന്ദ K സുധീർ എന്നിവർ രണ്ടാം സ്ഥാനവും അർജുൻ KM, കൃഷ്ണജിത്ത് MR എന്നിവർ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി. ആദിശങ്കർ PN പ്രോത്സാഹന സമ്മാനത്തിനും അർഹനായി. വിജയികൾക്ക് K ചന്ദ്രദാസ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കഴിയുമ്പോൾ ബഹിരാകാശ ഗവേഷണ രംഗത്തുള്ള നമ്മളുടെ വളർച്ച മൂലം നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഭാരതത്തിന്റെ അഥവാ ഇന്ത്യയുടെ പുരോഗതി എന്താണെന്ന് അവലോകനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്വാഗത പ്രസംഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് മുമ്പ് സമയം ചെലവഴിക്കുന്നത്. ഈ മേഖലയെക്കുറിച്ച് ബഹിരാകാശ ഗവേഷണ രംഗം ഈ മേഖലയെക്കുറിച്ച് മിക്കവാറും കുറെ കാര്യങ്ങളോട് പ്രതിപാദിച്ചു കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ പ്രതിപാദിച്ചാൽ നിങ്ങൾക്ക് ഒരു ആവർത്തന വ്യക്തത വരണ്ട. അപ്പം എനിക്ക് പറയാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ തൊട്ടടുത്തുള്ള PYA ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിലാണ് ഇന്ന് ഈ പരിപാടി നടക്കുന്നത്, ചന്ദ്രദിന ക്വിസ്. അപ്പം നമ്മൾക്കറിയാം, നമ്മുടെ വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ലൈബ്രറിയുടെ ഭാരവാഹികൾ കൊണ്ടുവരികയും നിങ്ങളെ വായനയിലേക്ക് എത്തിക്കാനായിട്ട്, അറിവിലേക്ക് എത്തിക്കാനായിട്ട് അറിവ് പറയാൻ വേണ്ടി ലൈബ്രറി പുസ്തക പ്രദർശനം, നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുക. അന്ന് ഒരുപാട് പരിപാടികൾ നടന്നു. അതൊക്കെ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും. ചന്ദ്രയാൻ അല്ലേ എന്ന ഒരു പരിപാടിയിലെ ക്യൂസ് പ്രോഗ്രാമാണ് നിങ്ങൾക്ക് വേണ്ടി PYA ലൈബ്രറി ഒരുക്കിയിരിക്കുന്നത്. PYA ലൈബ്രറിയെ പറ്റി ലൈബ്രറിയുടെ പേരിൻ്റെ ടീച്ചർ സൂചിപ്പിച്ചു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ PYA ലൈബ്രറിയെ പറ്റി? പോയിട്ടുണ്ടോ ലൈബ്രറിയിൽ? പോയിട്ടുണ്ടോ? നമ്മുടെ സ്കൂളിലെ പോലെ തന്നെ കുറേ വിവരങ്ങൾ, സ്കൂളിൽ നിന്ന് കിട്ടുന്നതിനുപരിയായിട്ടുള്ള കുറേ വിവരങ്ങൾ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സ്കൂളിൽ നിന്ന് പുസ്തകത്തിൽ അല്ലെങ്കിൽ സിലബസിൽ ഉൾപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് തരാൻ അധ്യാപകർക്ക് സാധിക്കുകയുള്ളൂ. എന്നാൽ ലൈബ്രറിയുടെ പ്രത്യേകത എന്താ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയങ്ങളെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ. അപ്പോൾ അത് നിങ്ങൾക്ക് നിയന്ത്രണങ്ങളില്ല. നിങ്ങൾക്ക് ഏതാണോ വായിക്കാൻ താല്പര്യം ആ താല്പര്യത്തിനനുസരിച്ചുള്ള അറിവ് തരുന്ന ഇടമാണ് ലൈബ്രറി. എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. അത് കഴിഞ്ഞ ആ യോഗത്തിന്റെ ഉദ്ഘാടന ചടങ്ങ്, ആ യോഗം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ഒരു പ്രമുഖ വ്യക്തി ഇവിടെ എത്തിയിട്ട് നമ്മുടെ പറവൂർ താലൂക്ക് ഏതാണ്ട് 55ഓളം ലൈബ്രറികളുടെ കാര്യങ്ങൾ നോക്കുന്ന സെക്രട്ടറിയാണ് CVP രമാദേവി. അവരാണ് നിങ്ങളിവിടെ നമ്മൾ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത്. പിന്നെ ആ യോഗത്തിന് ആശംസകളുണ്ട്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ ഈ യോഗ നടപടി എന്താണെന്ന് മനസ്സിലായി. നിങ്ങൾ ഭാവിയിലൊക്കെ വരുത്താൻ പോലെ യോഗ തുടങ്ങിയിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തു വരും, ഈ യോഗം എങ്ങനെയാണ് നടത്തേണ്ടത് എന്നൊരു ധാരണ നിങ്ങൾക്ക് കിട്ടുക. ISROയുടെ പൂർണ്ണ രൂപം എന്താണ്? ISRO രൂപീകൃതമായ വർഷം. ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപിച്ചത് എന്നാണ്? ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.